നുഴഞ്ഞുകയറ്റക്കാരെ മനഃപൂർവ്വം കടത്തിവിടുന്നത് BSF ഉദ്യോഗസ്ഥരാണ്. BSFനെ അവഹേളിച്ചു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത്. ബംഗാളിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഗൂഢശ്രമം നടത്തുന്നുണ്ട് എന്നും ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ BSF കടത്തിവിടുകയാണ് എന്നും മമതാ ബാനർജി ആരോപിച്ചു. ഇസ്ലാംപൂരിലെ BSFന്റെ സഹായത്തോടെ സീതേ, ചോപ്ര എന്നീ അതിർത്തി മേഖലകൾ വഴി നുഴഞ്ഞുകയറ്റക്കാർ എത്തുകയാണ്. ഇതിനെതിരെ എന്തുകൊണ്ടാണ് പ്രതിഷേധമുയരാത്തത്? BSFന്റെ കൈകളിലാണല്ലോ അതിർത്തികളുടെ സുരക്ഷ ഇരിക്കുന്നതെന്നും അതിർത്തി സുരക്ഷാ സേനയുടെ തെറ്റായ പ്രവർത്തികളെ പിന്തുണച്ച് തൃണമൂൽ കോൺഗ്രസിനെ ഉപദ്രവിക്കരുതെന്നും മമതാ ബാനർജി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നീചമായ പദ്ധതികളുടെ ബ്ലൂ പ്രിന്റ് ഇതാണ് എന്നും ബംഗ്ലാദേശ് അതിർത്തി കാക്കേണ്ട BSF നുഴഞ്ഞുകയറ്റക്കാരെ ബംഗാളിലേക്ക് കടത്തിവിടുകയാണ് എന്നും സ്ത്രീകളെ ചൂഷണം ചെയ്യുകയാണ് എന്നും മമതാ ബാനർജി കൂട്ടിച്ചേർത്തു. ബംഗാളിൽ നുഴഞ്ഞുകയറ്റക്കാർ യഥേഷ്ടം വിഹരിക്കുന്നതിന് കാരണം തൃണമൂൽ സർക്കാരാണ് എന്നും സംസ്ഥാനത്തിന്റെ സമാധാനം തകർക്കപ്പെടുന്നത് ഇത് കാരണമാണ് എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. ഇതിന്റെ പ്രകോപനത്തിനായാണ് BSFനെ അവഹേളിച്ചുകൊണ്ട് മമതാ ബാനർജി രംഗത്തെത്തിയതും. ബംഗാളിനെ അസ്വസ്ഥമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ നേർരേഖയാണിതെന്നും മമത ആരോപിക്കുന്നു. എന്നാൽ മമതാ ബാനർജിയുടെ അവകാശവാദങ്ങളോട് അതിർത്തി സുരക്ഷാ സേനയും കേന്ദ്രവും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സംരക്ഷണ ചുമതല വഹിക്കുന്നത് അർദ്ധ സൈനിക വിഭാഗമായ BSF ആണ്. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമ ബംഗാൾ, ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ അതിർത്തിയിൽ BSF ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ മജിസ്ട്രേറ്റുമായും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിലാണ് മമത BSFനെതിരെ ആഞ്ഞടിച്ചതും. നേരത്തെ ബംഗാൾ പോലീസ് സംസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്ന വ്യാജ പാസ്പോർട്ട് റാക്കറ്റ് കണ്ടെത്തി 7 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ധക്കയിലെ സംഘർഷത്തിനിടയിൽ താരതമ്യേന സുരക്ഷ കുറഞ്ഞ അതിർത്തികളിലൂടെ ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാൾ വഴി അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കുന്നവർക്കാണ് ഈ സംഘം പാസ്പോർട്ട് നൽകിയത്. അതിർത്തി കാക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, അത് BSFന്റെ കടമയാണ്. തൃണമൂൽ കോൺഗ്രസ് അതിർത്തി കാക്കുന്നില്ല. ആളുകൾ കടന്നാൽ എങ്ങോട്ടാണ് പോകുന്നത്, അവർ എവിടേക്കാണ് പോകുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ജില്ലാ മജിസ്ട്രേറ്റിന് അവർക്കറിയാം എന്നായിരുന്നു മമതാ ബാനർജിയുടെ വാക്കുകൾ. വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് പ്രതിഷേധ കത്ത് അയക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞിരുന്നു. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴിയാണ് എന്നും ഞാൻ പലതവണ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ സംസ്ഥാനത്തെ അസ്വസ്ഥമാക്കാൻ ആരെങ്കിലും ഭീകരതയെ പിന്തുണയ്ക്കുന്നു എന്ന് കണ്ടാൽ ഞങ്ങൾ പ്രതിഷേധിക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞു. ഇന്ത്യയുമായി ഏറ്റവും ദൈർഘ്യമേറിയ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അതിൽ തന്നെ പശ്ചിമ ബംഗാൾ അയൽ രാജ്യവുമായും 2272 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയാണ് പങ്കിടുന്നത്. ആസാം, ത്രിപുര, മിസോറാം, മേഘാലയ എന്നിവയ്ക്കു ശേഷമുള്ള അതിർത്തി പങ്കിടുന്നു. ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം ബംഗാളിൽ മുഖ്യ വിഷയമാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.